ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പാഞ്ചാലിമേട്ടിലെ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് കാണാനുള്ളത് അതിലും അടിപൊളിയായിട്ടുള്ള കുറേ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഹൈ റേഞ്ച് വില്ലാസ് എന്ന് പറയും. ഇത് കോട്ടേജാണ്. എത്ര ഫാമിലിക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. ഒരുപാട് നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചെന്ന് വെച്ചാൽ ഒരു വിമാനത്തിൻ്റെ മാതൃകയിലാണ് ഒരു കോട്ടേജാണ്. അത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഹണിമൂൺ കപ്പിൾസിനായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു വൈബാണ്. പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്ന കാഴ്ചയെന്ന് വെച്ചാൽ അഞ്ചുരുളിയിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. ഇതാണ് അഞ്ചുരുളി ടണൽ. ഇത് ഇങ്ങോട്ട് ആൾക്കാർ ഇറങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ചുറ്റും ഗ്രില്ലുകളാൽ പണിത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഗ്രില്ല് കെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നല്ല വെള്ളമുള്ള സമയമാണ്. നമുക്ക് അതുകൊണ്ട് തുരങ്കമൊന്നും കാണാൻ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഈ വെള്ളമില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി കാണാനൊക്കെ പറ്റും. അപ്പോൾ ഒരാൾ പൊക്കത്തിലൊക്കെ വെള്ളം ഉണ്ടാവും. ഒരുപാട് അപകടം പിടിച്ച സ്ഥലമായതുകൊണ്ട് ആരും അധികം അങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തുരങ്കം ഞാൻ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. നമുക്കിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനോ വീഡിയോ എടുക്കാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തുരങ്കമാണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് ഈ അഞ്ചുരുളി. ഈ ടണലിൻ്റെ നീളം 5 കിലോമീറ്റർ നീളമാണ്. 24 അടി വ്യാസവും ഉണ്ട് ഈ ടണലിന്. അഞ്ചുരുളി ടണലിനപ്പുറത്ത് കാണുന്നത് ഇരട്ടയാറാണ്. അടിപൊളി വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും നല്ല പച്ചപ്പും സമതലങ്ങളും മലനിരകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു വൈബാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. അഞ്ചുരുളിയിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വൈകുന്നേരം ആയതോടുകൂടി നമ്മൾ സ്റ്റേ ചെയ്ത വില്ലയിലേക്ക് മടങ്ങി. ഇനി രാവിലെ ആണ് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളാണേ. അപ്പോൾ ഇടുക്കി കാഴ്ചകളുടെ വീഡിയോയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് കാൽവരി മൗണ്ടാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ല കോടയുണ്ട്, നല്ല മഞ്ഞാണ്. കാൽവരി മൗണ്ടിലേക്കുള്ള കയറ്റം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും മിസ്സാക്കാതെ കാണേണ്ട ഒരു വ്യൂ പോയിൻ്റാണ് കാൽവരി മൗണ്ട്. നല്ല നടപ്പാതയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കുരിശുമല തീർത്ഥാടനം തുടങ്ങിയായിരുന്നു.
അങ്ങനെയാണ് കാൽവരി മൗണ്ട് എന്ന പേര് വന്നത്. അതിനു മുമ്പ് ഇതിൻ്റെ പേര് കല്യാണത്തണ്ട് എന്നായിരുന്നു. ഇതിൻ്റെ എൻട്രൻസ് കടന്ന് നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോഴാണ് പാർക്കിംഗ് ഉള്ളത്. കയറ്റം കയറി വരുമ്പോൾ ഇവിടെ ഇത്രയും നല്ലൊരു വ്യൂ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക പോലുമില്ല. അതിരാവിലെയോ വൈകിട്ടോ ഒക്കെയാണ് ഇവിടെ വരാനായിട്ട് പറ്റിയ സമയം. അപ്പോൾ നല്ല കോടമഞ്ഞും തണുപ്പും ഒക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നിടത്തായിട്ട് കുറച്ച് കോട്ടേജസ് ഉണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. അതാകുമ്പോൾ നമ്മൾക്ക് അതിരാവിലെ എഴുന്നേറ്റ് അടിപൊളി വ്യൂ ഒക്കെ കാണാനും ഒക്കെ പറ്റും. അവിടെ കാണുന്ന ചെടികളൊക്കെ കണ്ടത് നല്ലപോലെ ഓരോ കുരങ്ങിൻ്റെ ആകൃതിയിലൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നത്. ഒരു താമര പോലെയും പൂക്കൾ പോലെയൊക്കെ ഇങ്ങനെ ആകൃതിയിലൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നു. നമ്മളിത് ഈ കാണുന്ന ഈ ഒരു സസ്യം ഉണ്ടല്ലോ, ഇത് കരിങ്കുറിഞ്ഞി എന്ന് പറയും. അപ്പോൾ ഇവിടെ നല്ല വ്യൂ പോയിൻ്റാണ്, നല്ലൊരു വൈബാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് എക്കോ ടൂറിസം മുനമ്പെന്ന് പറയും. അപ്പോൾ ഇതിലെ കൂടെ നമുക്ക് കാട്ടിലേക്ക് പോകാനുള്ള വഴിയാണിത്. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ സഹായത്തോടു കൂടി വേണം കാടിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്.
കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഈ കാനന ഭംഗി ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെ സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.